നിങ്ങളെങ്ങോട്ട് ഇപ്പൊ പാതിരാത്രി പോകുന്നത്? 2 ദിവസമായിട്ട് ഗുളിക മുടങ്ങിയിട്ട് എന്തോ ഒരു അസ്വസ്ഥത. ഞാൻ പതിയെ പോയി വാങ്ങിട്ട് വരാം. ശ്രദ്ധിച്ചു പോണേ. ആ ശരി, ഞാൻ മെല്ലെ പോയി വരാം. എന്താ പറ്റിയ? എന്നാ വൈകി റോഡ് സൈഡിൽ വീണെടുക്കുന്ന കണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി വണ്ടി കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. അറിയില്ല ആരാണെന്നും അറിയില്ല, എന്താണെന്നും അറിയില്ല. ഒന്ന് ചെക്ക് ചെയ്യട്ടെ ചേട്ടാ, പുറത്തു വന്നിട്ട് വിളിക്കേ. ചെക്ക് ചെയ്തിട്ട് വിളിക്കാം. ചേട്ടാ സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, വൈറ്റൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ECG എടുത്ത് നോക്ക്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാലോ. ആ പിന്നെ സിസ്റ്റർ, അയാൾ ദേഹത്ത് വല്ല ID പ്രൂഫോ എന്തെങ്കിലും തിരിച്ചറിയാൻ എന്തെങ്കിലും ഉണ്ടോ നോക്ക്. ആളറിയാത്തതല്ലേ, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ECG ഒക്കെ നോർമൽ ആണല്ലോ. BP ആണല്ലേ കുറച്ച് കൂടുതലുള്ളത്. കുഴപ്പമൊന്നുമില്ല, അതിന്റെ വൈറ്റൽസ് ഒക്കെ നോർമൽ ആണ്. പക്ഷെ അത് ഫോണോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നോ? മേഡം ഫോണ് കിട്ടി, പക്ഷെ ലോക്കാ. കുറെ ശ്രമിച്ച് തുറക്കാൻ പറ്റുന്നില്ല. ഓ, ഇതിപ്പോ ആരാ എന്താന്ന് അറിയാണ്ട് ഇവിടെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ. എന്തെങ്കിലും ചെയ്താൽ അത് റിസ്ക് ആവും. റെഫർ ചെയ്യുന്നാവില്ലേ ബെറ്റർ. ഒരു കാര്യം ചെയ്യാം, കൊണ്ടുവന്ന ആളെ വിളിക്കും. ഏട്ടാ മേഡം വിളിക്കുന്നു. അപ്പൊ നമ്മൾ അയാളെ ECG ഒക്കെ ചെക്ക് ചെയ്തു. അപ്പോ അതൊക്കെ നോർമൽ ആണ്. BP മാത്രം കുറച്ചൊരു കൂടുതലുണ്ട്. പിന്നെ അയാൾ ആരാ എന്താന്നൊന്നും അറിയില്ല. അയാള് ഇനി വേറെ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നതാണോ, വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ ഒന്നും അറിയില്ല. അപ്പോ അയാൾ എവിടെ വെച്ചിരിക്കുന്ന കുറച്ച് റിസ്ക് ആണ്. അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നതാവും ബെറ്റർ. എന്നാ പിന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്യാലേ, അതിന്റെ കാര്യങ്ങൾ നോക്കട്ടെ. കൂടെ പോണെങ്കിൽ ഞാൻ കൂടെ പോവാം. സിസ്റ്റർ ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്തോ കൊണ്ടുപോകാനുള്ളത്. ആ സിസ്റ്റർ, എവിടെ കേസ് എന്ത് പറ്റിയ? എടുത്തുകൊണ്ടാ? ഇവരെ കൂടെ ഒരാളുണ്ട്, പക്ഷെ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയില്ല അവരെ പറ്റി. ആ കൊണ്ടുവന്നേ. അവരുടെ അടുത്തൊരു ഫോണ് കിട്ടിയിട്ടുണ്ടാകും. ആ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് ലോക്കാണ്. പക്ഷെ നമ്മൾ കുറെ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയിട്ടുണ്ട്. ആ ഓക്കെ സിസ്റ്ററെ, ഒന്ന് മാഡത്തിനെ പെട്ടെന്ന് വിളിക്കുമോ? ആ മാഡം, ഇത് പുള്ളിയുടെ ഫോണാണ്. പുള്ളിയുടെ ഒരു മെഡിക്കൽ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. കാരണം പുള്ളി അപസ്മാര രോഗിയാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും ചിലപ്പം വീണത്. അതൊരു സിസ്റ്റം ഉണ്ട് മാഡം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ടല്ലേ. അപ്പോ ഇയാള് സ്ഥിരമായിട്ട് മെഡിക്കേഷൻസ് കഴിക്കുന്ന ആളാണ്. സീഷ്യർ വന്നിട്ടാണ് തോന്നുന്നത് വീണത്. അപ്പൊ ഇനി റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഡീറ്റെയിൽസ് കിട്ടിയല്ലോ. നിങ്ങളല്ലേ മൂപ്പറെ കൊണ്ടാന്ന്? അത് ശരി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മൂപ്പറെ ഫോണില് മൂപ്പറെ
ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിരുന്നു. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ ആള് ഒരു അരമണിക്കൂർ റെഡിയാന്ന് ചോദിക്കും. അപ്പൊ പോകേണ്ടി വരില്ല. അപ്പൊ എന്തായാലും താങ്ക്സ്, നിങ്ങള് കൊണ്ടാന്ന്. അല്ല ഫോണിൽ അങ്ങനത്തെ സിസ്റ്റം ഉണ്ടോ? അതുണ്ട്. അപ്പൊ അതിൽ തന്നെ പുള്ളിയുടെ അനിയൻ നമ്പർ കിട്ടിയിരുന്നു. പുള്ളി ഇപ്പൊ വരാന്ന് പറയുന്നുണ്ട്. വലിയ ഉപകാരം. വന്നിട്ട് പോവാൻ വന്നോട്ടെ. ഇവിടെ ഇരിക്കും. എന്താ പറ്റിയ? ജസ്റ്റ് തല ചുറ്റി അവിടെ കിടന്നു. യൂസുഫ് അഞ്ചനാണ്. അതെ അതെ, യൂസുഫ്. ആ, നിങ്ങളായിരുന്നു വിളിച്ചത്. യൂസുഫ് എവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നില്ല? അതെ, ഒന്ന് യൂസുഫിനെ കാണാൻ പറ്റുമോ? യൂസഫിന്റെ കൂടെ ഉള്ള അവർ എണീറ്റുണ്ട്. എന്താ പറ്റിയേക്കാ? ഒന്നുമില്ല, 2 ദിവസമായി ഗുളിക മുടക്കിയിട്ട്. അപ്പൊ അത് വാങ്ങാനും ചെയ്തൊന്നും പോയതാണ്. 24 മണിക്കൂറും തുറക്കുന്നൊരു ഗുളിക ഉണ്ടല്ലോ. പക്ഷെ വണ്ടി ഒന്ന് പാണി തലറിങ്ങി ഞാനവിടെ ഓർമ്മില്ല. എപ്പോ എണീച്ച് നോക്കുമ്പോ ഇവിടെയാണ്. അതെ, ശരി, ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും വിടരുത്, വാങ്ങാനൊന്നും മറന്നു പോയാലോ. ഞങ്ങൾ തിന്നാലൊക്കെ തന്നെയാണ് പ്രശ്നം വരിക. നന്ദി എനിക്കല്ല, അവരോട് പറയട്ടെ. അവരെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ കറക്റ്റ് സാധനത്താണ്. ഈ നല്ല മനസ്സിന് അതെ, ഇതൊരു വലിയ സംഭവം. മേഡം, ഞാൻ പോട്ടെ. ഞാൻ നിങ്ങളെ കാണാൻ നിൽക്കുന്നു. നിങ്ങൾ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് കിട്ടിയത് നഴ്സിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആ ഫോണ് ലോക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല എന്നാ പറഞ്ഞത്. അതെങ്ങനെ കിട്ടി? അത് സിമ്പിൾ അല്ല മേഡം. മേഡത്തിന് ഫോൺ ഇതില് നമ്മളെ ഫോൺ ലോക്കായി കഴിഞ്ഞാല് ഇവിടെ കണ്ടില്ലേ ഒരു എമർജൻസി കോൾ ആണ്. അതിൽ നോക്കി കഴിഞ്ഞാല് ഇവിടെ കണ്ടില്ലേ വ്യൂ എമർജൻസി ഇൻഫോ. അതിൽ 3 ഓപ്ഷൻ കണ്ടില്ലേ, ഓണർ, മെഡിക്കൽ ഇൻഫർമേഷൻ, എമർജൻസി കോണ്ടാക്ട്. അതിപ്പോ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഓപ്പൺ അതിൽ നോക്കി കഴിഞ്ഞാല് നമ്മളെ പിൻ നമ്പർ അടിച്ചിട്ട് അടി കണ്ടില്ല ഒരു യൂറിൻ ഇൻഫോ എന്ന ഓപ്ഷൻ. അത് നോക്കിയിട്ട് അത് മുകളിൽ മെഡിക്കൽ ഇൻഫർമേഷൻ ഉണ്ട്, എമർജൻസി കോണ്ടാക്ട് ഉണ്ട്. ആയിട്ട് നമ്മൾ ഒരാളെ ആഡ് ചെയ്യാം. നമുക്ക് അച്ഛനെ ആഡ് ചെയ്യാം. അച്ഛനെ ആഡ് ചെയ്ത് ഇപ്പോൾ നമ്മൾ പഴയ പോലെ വീണ്ടും ലോക്ക് ആക്കാം. ഇപ്പോൾ നമ്മളെ ഫോൺ ഇതാക്കി കിട്ടിക്കഴിഞ്ഞാൽ ലോക്ക് ഓൺ ആക്കാണ്ട് തന്നെ നമുക്ക് എമർജൻസി കോൾ നോക്കിക്കഴിഞ്ഞാൽ വ്യൂ എമർജൻസി ഇൻഫോ പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ ഡയറക്റ്റ് അച്ഛനേക്ക് കണക്ട് ചെയ്യാം. ഇത് ഇത്രയേ ഉള്ളൂ മേഡം. പക്ഷെ ഇതാരും അങ്ങനെ യൂസ് ആക്കാറില്ല. ഇതിന്റെ ഉപയോഗം ഇപ്പൊ കണ്ടില്ലേ, എമർജൻസി സിറ്റുവേഷനിലേക്കാണ് ഇതിന്റെ ഉപയോഗം ഉണ്ടാവുക. ഇതില്ലായിരുന്നെങ്കിൽ ആ പേഷ്യന്റ് ഇപ്പൊ മെഡിക്കൽ കോളേജിൽ എത്തിനെ എന്തല്ലേ. ആൾക്കാർ അത്യാവശ്യമാണ്. ഫോണില് വെറുതെ കളിക്കാനല്ലാണ്ട് അതെ, ഇതൊക്കെ വളരെ എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഉപകാരപ്പെടുന്ന സാധനമല്ലേ. നമ്മളെ ജീവൻ രക്ഷിക്കുന്ന കുറെ കാര്യങ്ങൾ ഫോണിലുണ്ട്. അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. ഓക്കെ, എന്നാ ശരി.